നമസ്കാരം സാർ. നമസ്തേ സാർ, നമുക്ക് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ പല വീടുകളിലും നമുക്ക് പുറമേ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷവും അവർ ഒരുമിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഉള്ളിൽ ആ കുടുംബത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ എപ്പോഴും ഒരു എരിയുന്ന തീ എന്ന് പറഞ്ഞ അവസ്ഥയായിരിക്കും. ചിലപ്പോൾ ഭർത്താവും ഭാര്യയായിട്ട് വർഷങ്ങളോളം അകം താമസിക്കും, മക്കളും അമ്മയും അച്ഛനുമായിട്ടോ അല്ലെങ്കിൽ അവരായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ പുറത്തുനിന്ന് കാണുന്നവർക്കും തോന്നുന്നില്ല, പക്ഷേ വർഷങ്ങളായിട്ട് പ്രശ്നമുള്ള വീടുകൾ അങ്ങനെ കുടുംബങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് സാറിന് എന്താണ് നമുക്കൊരു അഭിപ്രായം, ഒരു കൗൺസിലിംഗ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക? അതായത് ഇതിപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യം വളരെ സത്യമായ ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും നാടകീയമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ള രീതിയിലായിരിക്കും അവർ ആ ഒരു പുറത്തൊരു വേഷമിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നാടകീയത അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഡ്രമാറ്റിക് രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഒരു പരിധിവരെ അത് നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും പോകുന്നുണ്ടല്ലോ എന്ന് ആദ്യം ഒന്ന് സമാധാനിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അങ്ങനെയും പോകുന്നുണ്ടല്ലോ, എല്ലാവരും അവരൊരു കാര്യമാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ റൂട്ട് കോസ് അല്ലെങ്കിൽ ഇത് എങ്ങനെ ഈ രീതിയിൽ ഇവർ തമ്മിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ളവർ തമ്മിൽ ഒരു എന്താ പറയുക, ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു വൈരാഗ്യം, ഒരു ബുദ്ധിമുട്ട്, ഒരു വിഷമം വന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തത കിട്ടാൻ വലിയ പാടാണെന്നുള്ളതാണ്. കാരണം ഇവരെല്ലാവരെയും വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അവരുടെ പാർട്ട് ക്ലിയർ ആക്കി അവർ പറയുകയും അല്ലെങ്കിൽ സാർ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പറയുകയും ഒക്കെ ചിലപ്പോൾ ആകാം. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക്. പക്ഷേ ഇതിൽ ഒരു കാര്യം സത്യമാണ്, ഇത് ഒരു ക്ലസ്റ്റർ ഓഫ് അല്ലെങ്കിൽ കൂട്ടായ പ്രോബ്ലംസാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ഒരു കാരണം കൊണ്ടല്ല, പല കാരണം. എവിടെയെങ്കിലും ഒരിടത്ത് ചെറുതായിട്ട് തുടങ്ങി അതിലൊരു നീരസ അല്ലെങ്കിൽ അതിലൊരു വെറുപ്പ്, അതിലൊരു ബുദ്ധിമുട്ട് ഒക്കെ വന്നു തുടങ്ങി. അതിൽ നിന്നും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു പ്രശ്നം വന്ന് അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്ന് പിന്നെ അത് കുട്ടികളിലോട്ട് വന്ന് അങ്ങനെ ഒരു കൾച്ചറിൽ തന്നെ ആ വീട്ടിനകത്ത് നടക്കുന്ന ആ ഒരു എമോഷണൽ കൾച്ചർ നമ്മൾ പറയാറില്ലേ, നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് പോയാൽ ഓരോ ഡിസിപ്ലിൻ നമ്മൾ കാണാറുണ്ടല്ലോ. അതേപോലെ ആ ഫാമിലിയുടെ അകത്ത് എല്ലാ ഫാമിലിയിലും നമ്മൾ വിചാരിക്കും എല്ലാം ഒരേ കൾച്ചറാണെന്ന്. അല്ല, ഡിഫറെൻ്റ് ആയിട്ട് കൾച്ചർസ് എന്താണ്, അവിടുത്തെ പഴക്കവഴക്കങ്ങൾ അല്ലെങ്കിൽ അവരുടെ തോട്ട് പ്രോസസ്സുകൾ അല്ലെങ്കിൽ അവിടെ നമ്മൾ എന്താ പറയുക വിചാരങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഓരോ ഫാമിലിയിലും ആയിരക്കണക്കിന് അല്ലെങ്കിൽ ഒരു ഫാമിലിയിലുള്ള കൾച്ചറല്ല വേറൊരു ഫാമിലിയുടെ അതിൽ വരുന്നൊരു അവിടുത്തെ ഒരു എമോഷൻ അല്ലെങ്കിൽ ഒരു ഊർജ്ജം അല്ലേ പലതും. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഫാമിലീസിൽ എവിടെയൊക്കെ താളങ്ങൾ തെറ്റിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അതിൻ്റെ എന്താണ് 100% ഒരു വ്യക്തത നമുക്ക് വരുത്താൻ കുറച്ച് പാടായിരിക്കും. ഇപ്പം നമ്മുടെ ഒരു ഹസ്ബൻഡ് വൈഫിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസുകൾ അവർ ഷെയർ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരും. കാരണം വെച്ചാൽ ആര് പറയുന്നത് നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റും, ആര് പറയുന്നത് വിശ്വസിക്കേണ്ട അല്ലേ. സ്വന്തം ഭാഗം സ്വന്തം ഭാഗം ഒരു പരിധിവരെയൊക്കെ ന്യായീകരിച്ചായിരിക്കും അവർ പറയുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും മനുഷ്യ സഹജമാണ്, അങ്ങനെയൊക്കെ അത് പറയാൻ അവർക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ വേണ്ടത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പാസ്റ്റിൽ നടന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിന് മുന്നേ വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യത്തെ എടുത്തിട്ട് വീണ്ടും ചകഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്തെന്ന് പറയില്ലേ, അതേപോലെ റീപോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട വലിയ കാര്യമൊന്നും അവിടെ ഇല്ല. കാരണം പഴയ കാര്യം ചിലപ്പോൾ വളരെ സുഖകരമുള്ളതല്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ആളിനെ കുറ്റപ്പെടുത്താൻ ചിലപ്പോൾ ഭാര്യ ഉപയോഗിക്കുന്ന ഒരു അടവായിരിക്കാം, നിങ്ങളന്ന് അങ്ങനെ ചെയ്തില്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഭർത്താവ് പറയുമ്പോൾ നീ അങ്ങനെ ചെയ്തില്ലേ. അപ്പോൾ അവർക്ക് ജയിക്കാൻ വേണ്ടി അവർ ഒരു ഇതായിരിക്കും. സംഭവം ശരിയും തന്നെ ആയിരിക്കാം അവർ. പക്ഷേ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വീണ്ടും ആ സംഭവത്തെ പഴയ കാര്യത്തിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ അതിൽ തന്നെ വീണ്ടും ടോക്കുകൾ ഉറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിലവിലുള്ള സമാധാനം വീണ്ടും തകരും. അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് രണ്ട് കൂട്ടരും ആരായിരുന്നില്ല അവിടെ ജീവിക്കുന്ന അച്ഛനായാലും അമ്മയായാലും കുട്ടികളായാലും ആ കഴിഞ്ഞ കാര്യത്തിൽ ഒന്ന് പൊറുക്കുവാനും ഒന്ന് ഉൾക്കൊള്ളുവാനും ഒക്കെ നമ്മളൊന്ന് സജ്ജമാവണം. വീണ്ടും ആ കനൽ വീണ്ടും ഒന്ന് ഊതി ആളി കത്തിപ്പിക്കാൻ ആരും ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. നമ്മൾ ഈ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ പുറമേ കാണുന്നവർക്ക് ചിലപ്പോൾ സന്തോഷമായിരിക്കും, അത് നേരെ തിരിച്ചും വരാം. അതായത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ആ നാട്ടിലെ എല്ലാവർക്കും അറിയാം പരസ്പരം ആ രണ്ട് വീട്ടുകാരും തമ്മിൽ ഭയങ്കര, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. ഇതൊരു വയലൻസിലേക്ക് കടക്കുന്നില്ലേ. ഇപ്പോൾ വയലൻസിലേക്ക് കടന്നപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്, ഭാര്യയെ ഭർത്താവ് കൊന്നു അല്ലെങ്കിൽ മകൻ അച്ഛനെ കൊന്നു എന്നൊക്കെ പറയും. ഇതൊരു വയലൻസിലേക്ക് മാറുന്നില്ല. അപ്പോൾ ഈ വയലൻസിന് നമുക്ക് തടയാൻ പറ്റും? ഈ ഒരു സ്റ്റേജിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് കേൾക്കുന്ന പ്രേക്ഷകർക്ക് എങ്ങനെ ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റും? അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയുള്ളൊരു സൂചന അല്ലെങ്കിൽ എൻ്റെ ജീവിത പോക്ക് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ പോക്ക് ശരിയല്ല എന്ന് നമുക്ക് തോന്നുമല്ലോ, ശരിയാകുന്നില്ല, ഇത് ഒരിക്കലും ഒരു പാർട്ട്ണർഷിപ്പിലോട്ട് ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വിദഗ്ധരുടെ ഒരു സഹായം
നേടുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ വീണ്ടും ഈ സംഘർഷത്തെ വീണ്ടും ഇങ്ങനെ മനസ്സിലിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടായി നമ്മൾ വീണ്ടും ഒരു വേറെ എന്തെങ്കിലും രീതിയിൽ അഡിക്ഷനിലോട്ട് പോകാം, അങ്ങനെയൊക്കെ കാര്യങ്ങളോടെ സംഭവിക്കാം. അപ്പോൾ അതിനു മുമ്പേ നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇതാണ് എന്ന് ഏതെങ്കിലും ഒരു വിദഗ്ധരോട് ഒരു കൂട്ടായ്മയോട് കൂടി സംസാരിക്കുന്നുണ്ട് തെറ്റില്ല. ഇപ്പോൾ ഒരു താങ്കളൊരു ഡോക്ടറെ അടുത്ത് ആണ് അയാൾ പോയി സംസാരിക്കണമെങ്കിൽ പുള്ളി ആദ്യം പറയുന്നത് എങ്ങനെയായിരിക്കും, ഒരു കാര്യം ചെയ്ത് നിങ്ങളൊരു സമാധാനപ്പെടും, നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു അസുഖങ്ങൾ നിങ്ങളെ വന്ന് പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും, നിങ്ങളുടെ ഇമ്മ്യൂണോ സിസ്റ്റം വീക്കാവും, നിങ്ങളെപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴും ഈ ചണ്ട വഴക്ക് മറ്റുള്ള കാര്യങ്ങൾ ആൽക്കഹോളിസം ഡ്രഗ് ഇതൊക്കെ ഇതിൻ്റെ പുറകിൽ വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ പരമായ ഒരു ഇൻഫർമേഷൻ ചിലപ്പോൾ തരുമായിരിക്കാം. പിന്നെ നമ്മുടെ സാമൂഹിക ഒരു സോഷ്യൽ കൗൺസിലർ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റീസിൽ നിൽക്കുന്ന ഒരാളെടുത്ത് നമ്മൾ സംസാരിക്കുന്ന പുള്ളി പറയും, ചേട്ടാ ഇങ്ങനെയാണ് സംഭവം, നമ്മളങ്ങനെ നിൽക്കില്ല, നിങ്ങൾ എങ്ങനെയാണ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാവില്ലേ. വി ആർ ആൾ സോഷ്യൽ അനിമൽ അല്ലേ. നമ്മൾ കാണിക്കുന്ന നമുക്ക് പരിമിതികളുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിനകത്തും നമ്മളെ കോമ്പൗണ്ടിൻ്റെ അകത്തും കാണിക്കുന്നതിന് വരെ പരിമിതികളുണ്ട്. നമ്മൾ കാണിക്കുന്ന കാര്യം അപ്പുറത്ത് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് വരാൻ പാടില്ല. അപ്പോൾ അവർക്കൊരു പൊല്യൂട്ടഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പൊല്യൂഷൻ ആയിട്ടോ വരാൻ പാടില്ല. ഒരുപാട് പൊല്യൂഷൻസ് ഉണ്ട്, നോയ്സ് പൊല്യൂഷൻ, വാക്കുകൾ തന്നെ ഭയങ്കര പൊല്യൂഷൻ വരാം. അത് നമ്മൾ തെറി വിളിക്കും ചിലവർ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കും, ഇങ്ങനെ. അപ്പോൾ സഹജീവിക്ക് അതൊരു പ്രശ്നമായിട്ട് വരാൻ പാടില്ല എന്ന് ചിലപ്പോൾ ആ ഒരു സോഷ്യൽ കൗൺസിലർ അല്ലെങ്കിൽ പിന്നെ സോഷ്യലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുള്ളി അതൊരു അഭിപ്രായം പറയുമായിരിക്കാം. പിന്നെ നമുക്ക് ഒരു ലീഗൽ ഒപ്പീനിയൻ തേടാം. ഇപ്പോൾ നമ്മളൊരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോകുന്നു, അപ്പോൾ പുള്ളി അങ്ങനെ പറയുമായിരിക്കും, അലസി ഇതിന് ഇങ്ങനെ സംഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലുമുള്ള ആൾക്കാരിൽ ആരെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെങ്കിൽ നമ്മളെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറയുന്നുണ്ട് തെറ്റില്ല. ഈവൻ നമ്മളെ പാരൻസുമായിട്ട് നമുക്ക് ഈവനിങ് പ്രായമായ പാരൻസ് ആയിരിക്കും നമ്മളെ വീട്ടിലുള്ളത്, അവരോടും നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് തെറ്റില്ല. നമ്മളെ കുട്ടികളോടും അഭിപ്രായം ചോദിക്കുന്നതില്ല. എന്തുകൊണ്ട് കുട്ടികളോട് അഭിപ്രായം ചോദിച്ചാൽ കുട്ടികളുടെ മാനസികാവസ്ഥ, അവരുടെ പഠിത്തം, ഫർദർ ഗ്രോത്ത് ഇതെല്ലാം ഇവിടെ ബാധിക്കപ്പെടും. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ വീട്ടിൽ ഇഷ്യൂസ് വരുമ്പോൾ അടുത്ത് വരുന്ന സെക്കൻഡ് ജനറേഷനെ തീർച്ചയായിട്ടും ബാധിക്കും. അയാൾക്ക് പഠിക്കാൻ പറ്റില്ല, അയാൾ ഭയങ്കര പിന്നെ ഇതാക്കും, ഇംബാലൻസിങ് അവിടെ നിൽക്കും, അയാൾ ഒരു ഹൈ ആങ്കർ സിറ്റുവേഷനിലൂടെ തള്ളപ്പെടാം, അയാൾക്ക് ഹോപ്പ്ലെസ്നെസ് അവിടെ വരും. അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്ക് ഒരാൾ അല്ലെങ്കിൽ ഒരു ജീവി അല്ലെങ്കിൽ ഒരു ജീവൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കും, അത് സഹജീവികളെയും ബാധിക്കും എന്നുള്ളതാണ്. നമ്മൾ തന്നെ കണ്ടിട്ട് ഒരു കാക്കയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ 1000 കാക്കകൾ കൂട്ടത്തിൽ വരുന്നു. മനുഷ്യരും അങ്ങനെയാണ് പണ്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ചുവരിലും, പണ്ട് കാട്ടിലായിരുന്നല്ലോ, അപ്പോൾ ഒരാൾക്ക് പ്രശ്നം വന്ന് എല്ലാവരും വരും. ഇപ്പം അങ്ങനെ ഓരോ മതിലിൽ കെട്ടി അടച്ചതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോവില്ല, നമ്മൾ കേട്ടിട്ട് എന്താണ് വേണ്ടത് എന്നൊക്കെ ഉള്ള ആ ഒരു ഡിസിപ്ലിനിലോട്ട് നമ്മൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഇഷ്യൂസ് വരുമ്പോൾ, നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ ഫാമിലി അകത്താണെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരു ആളുമായിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഏരിയ, ഈവൻ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു അമ്പലത്തിലാണ് നമ്മൾ പോകാൻ താല്പര്യമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആൾക്കാരുമില്ല, അമ്പലത്തിലാണ് നമ്മൾ പോകണമെന്ന് ആഗ്രഹം, അമ്പലത്തിൽ പൊക്കോളൂ, പ്രാർത്ഥിച്ചോളൂ. അല്ലെങ്കിൽ പള്ളിയിലാണ് പോകണമെന്ന് വെക്കുക, പള്ളിയിൽ തന്നെ പോവുക, പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു അവിടെയെല്ലാം നമുക്ക് പോവാം. പോയിട്ട് നമുക്കൊരു ശാന്തത കിട്ടിയിട്ട് അതിൻ്റെ അതിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നുവോ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുന്നുണ്ട്, തെറ്റില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാം. സാർ, ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴേ, അതായത് ഇപ്പോൾ നമ്മൾ കുട്ടികൾ ആദ്യമേ കണ്ടുവരുന്നതായിരിക്കും, ചില വർഷങ്ങളായിട്ട് അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നമാണ്, അവർ അച്ഛൻ അമ്മയെ മർദ്ദിക്കുന്നു, അവർ തിരിച്ച് മർദ്ദിക്കുന്നു. അപ്പോൾ ഇത് ഈ വളർന്നു വരുന്ന ഈ കുട്ടികളിൽ ഇവരൊരു പാരന്റ് ആകുമ്പോഴത്തേക്കും, ഇവർ ഒരു അച്ഛനും അമ്മയോ അല്ലെങ്കിൽ ഇവർ വളർന്നു വരുമ്പോഴത്തേക്കും സ്വന്തം അച്ഛനും അമ്മയും ഒരു ഓർഫണേജിലോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലോ കൊണ്ടാക്കുന്ന രീതിയിലോട്ട് മാറത്തില്ല. അവരുടെ ഉള്ളിലും അങ്ങനെ ഒരു ഇതായി പോകല്ലേ, വയലൻസ്, എല്ലാം അമ്മയോടും അച്ഛനോടുള്ള സ്നേഹം കുറഞ്ഞ് അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയും കൂടെ വരാറില്ലേ? അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 2 രീതിയിൽ ബാധിക്കാം. അതായത് പറഞ്ഞാൽ ഒന്ന്, അതിൽ നിന്നും ആ കുട്ടി ഒരു പാഠം പഠിക്കാനും ചാൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ അങ്ങനെ പാടില്ല എന്ന് പറയുന്നൊരു പാഠം പഠിക്കും. അതായത് അതായത് ഇപ്പോൾ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ അവർ തമ്മിലുള്ള ഇഷ്യൂസ്, അവർ തമ്മിൽ കൺസിഡറേഷൻ ഇല്ല, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് ചെയ്യുന്നില്ല, അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരുന്നു. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയും വരാം. അതായത് അമ്മയെ ട്രീറ്റ്മെൻറ്റ് അച്ഛൻ ഇങ്ങനെയാണല്ലോ ചെയ്തത്, അപ്പം ഞാനും എൻ്റെ ഭാര്യയെ ഇങ്ങനെയായിരിക്കണം ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ള അതും വരാം. അതിൽ നിന്നും അയ്യോ എൻ്റെ അമ്മ കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എൻ്റെ അമ്മ വിഷമിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഞാനിങ്ങനെ ചെയ്യാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ്. ആ കുട്ടിയുടെ മൈൻഡ് എങ്ങനെ വളർന്നു വരുന്നു, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആ പ്രോസസ്സിങ്, അല്ലെങ്കിൽ ആ മനസ്സിൽ ആ പ്രോസസ്സിങ് ഒരു ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടായിരിക്കും അതിൻ്റെ ഒരു ഡെലിവറി വരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതേ ഉള്ളൂ, നമ്മൾ മാക്സിമം ഒരു ഫാമിലിയായിട്ട് നമ്മൾ ജീവിക്കുമ്പം അന്യോന്യം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺസിഡറേഷൻ, അല്ലെങ്കിൽ അവർ പറയുന്നതും ഒരു മുഖവിരയ്ക്ക് എടുത്ത് ഒന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്നേഹവും ആ റെസ്പെക്റ്റും, അല്ലാണ്ട്
ഞാൻ മാത്രം ആണ് എന്നുള്ള രീതിയെക്കാളും അവരുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് വിലയിരുത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുട്ടികളെ മൈൻഡ് ചെയ്യാതെ ശ്രദ്ധിക്കാതെ ഈ അച്ഛനും അമ്മയും എന്നും വഴക്കാണ്, കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല, കുട്ടികളെ കിട്ടാനുള്ള സ്നേഹം കിട്ടുന്നില്ല, അവരുടെ കരുതൽ കിട്ടുന്നില്ല. അപ്പൊ ഇത് ഈ കുട്ടികളുടെ മനസ്സിൽ വളർന്നു വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അച്ഛനും അമ്മയോട് ഒരു അടുപ്പം കാണത്തില്ല. ഇതുകൊണ്ടായിരിക്കാമോ ഇന്നത്തെ ഓൾഡ് ഏജ് ഹോമിൽ കുട്ടികൾ അച്ഛനും അമ്മയും കൊണ്ട് ആക്കുന്നതും അതൊരു കാരണമായിരിക്കാമോ? എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു കാരണം മാത്രമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞ കാരണം ഒരു പരിധി വരെ ആ ഒരു സ്നേഹക്കുറവ്, സ്നേഹമില്ലായ്മ, ആ കുട്ടിക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾ ഇതെല്ലാം പ്രതിഫലിക്കാം. പക്ഷെ മേ ബി ഇദ്ദേഹം വളർന്നു വന്ന ഒരു അച്ഛനാകുമ്പോൾ ഞാനിങ്ങനെ കാണിക്കാൻ പാടില്ല എന്നും വിചാരിക്കാം, അതൊക്കെ വരാം. പക്ഷെ അതിൻ്റെ കൂടെ മെയിനായിട്ട് ഇതിൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞായിരിക്കുമ്പോഴേ ഒരു അഡോലസൻസ് അല്ലെങ്കിൽ 7, 8, 9 വയസ്സ് അല്ലെങ്കിൽ ചൈൽഡായിരിക്കുന്ന സമയത്ത് ഒരു അഡോലസൻസ്, ഒരു മിഡ് അഡോലസൻസ് സ്റ്റേജിൽ അവിടെയൊക്കെയാണ് പറയുന്ന നമ്മൾ ചില കാര്യങ്ങൾ അവരുടെ മനസ്സിൽ നമ്മളറിയാതെ അവരുടെ മനസ്സിൽ ചെല്ലുകയും അവരൊരു പേഴ്സണാലിറ്റിക്ക് ഉടമയാവുകയും എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആരാണ് മാതാവ്, ആരാണ് പിതാവ്, ആരാണ് ഗുരുക്കന്മാർ, ആരാണ് ഈ ദൈവം, എങ്ങനെയാണ് ഇതൊക്കെ എന്നൊക്കെ ഉള്ള ഒരു പാഠം വളരെ അത്യാവശ്യമാണ്. ഈവൻ ഇൻ ദ കേസ് ഓഫ് നമ്മുടെ സിലബസിൽ വേണമെങ്കിലും ഇതിനെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കൂടെ എല്ലാവരും. അപ്പോൾ ഒരാൾ അവിടുന്ന് വന്നിട്ട് ലെഫ്റ്റ് സൈഡ് തിരിയാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് അങ്ങനെ നിൽക്കുകയാണ്. അയാൾക്ക് മേ ബി അത്ര പ്രാക്ടീസ് ഉള്ള ആളായിരിക്കില്ല. നമ്മൾ അയാളെ കടത്തി വിട്ടിട്ട് പോകണം എന്ന് പറയുന്ന ഒരു പാഠം കൂടെ നമ്മൾ അവർക്ക് പഠിപ്പിച്ച് കൊടുക്കുകയാണ്. കാരണം മറ്റുള്ളവരുടെ ആ ഒരു എന്നാ പറയുക ഒരു ഡിസബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് ഒരു കഴിവില്ലായ്മ ഉണ്ടപ്പോൾ അവരേക്കും നമ്മളൊരു കൈത്താങ്ങായ ഒരു കൈ കൊടുത്ത് വേണം ജീവിതം മുന്നോട്ട് പോകാൻ എന്നൊരു പാഠം കുഞ്ഞിലെ നമുക്ക് നമ്മളെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. ആ രീതി അവരെ നമ്മൾ വാർത്തെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങളിൽ വീണ്ടും വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ അവരെ നമുക്ക് നല്ല രീതിയിൽ അവർക്കൊരു എന്താ പറയുക ഒരു സ്നേഹപൂർവ്വമായ ഈ ഒരു പാഠം വന്നിട്ട് കുഞ്ഞിലേ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ആരാണ് ഈ അമ്മ, ആരാണ് ഈ അച്ഛൻ, ആരാണ് ഈ ഗുരുനാഥൻ. അപ്പോൾ ഈ പ്രായമാകുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങൾ, കാരണം വെച്ചാൽ എൻ്റെ തിരക്കുകൾ കൊണ്ട് 2-3 ഓപ്ഷനാണ് വരുന്നത്. എൻ്റെ തിരക്കുകൾ കൊണ്ട് എനിക്ക് വന്നിട്ട് അമ്മയോടും അച്ഛനോടും എനിക്ക് അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ തള്ളപ്പെടുന്നു. മനഃപൂർവ്വമല്ല, എൻ്റെ തിരക്കുകൾ. കാരണം ഞാൻ കല്യാണം കഴിച്ചു, ഞാൻ കുട്ടിയായി, അപ്പോൾ അവരുടെ കൊണ്ടുവിടണം, അവരെ വിളിച്ചുകൊണ്ട് വരണം, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്കിവിടെ അതായത് പ്രസൻറ്റ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അത് മനഃപൂർവ്വമല്ല, മനസ്സിലാഗ്രഹമുണ്ട്, നടക്കാതെ പോകുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സപ്പോർട്ടർ നമുക്ക് വേണ്ടി വരാം. ആ സപ്പോർട്ടർ വന്നാലോ അവിടെയും മോശം സാഹചര്യം വന്നു, അയാളെ നമ്മൾ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ വരുന്നു. അപ്പം നമ്മൾ കൂട്ടായ്മ ഇവിടെയുണ്ട്, അപ്പോൾ ഇതിങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നു, അങ്ങനെ ഒരു അന്വേഷണമോടെ നടത്തി നമ്മൾ കൊണ്ടുവിടുന്നവരാ. അതും ഓക്കെ, അതും ഒരു കാരണമാണ് നമ്മൾ ആ ഒരു ഓൾഡ് ഏജ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവർക്ക് നമ്മുടെ ഒരു പ്രസൻസ് കിട്ടാതെ പോകുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇതൊന്നും പഠിക്കാത്ത ആൾക്കാരാ. ഇനിയിപ്പോൾ എൻ്റെ കാര്യം ഞാനെന്ന് പറയുന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ പണ്ട് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ വളരെ കഷ്ടപ്പെട്ടാണ് നോക്കി എന്ന് പറയുന്ന ആ ഒരു ചിന്തയിലോട്ടൊന്നും കാര്യങ്ങൾ വരുന്നില്ല. ഞാനെങ്ങനെയോ ഇങ്ങനെയായി എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടല്ലോ, അതും ഒരു പരിധിവരെ ഇവരുടെ വിഷമങ്ങളെ മനസ്സിലാക്കാതെ ഇവരെ സിമ്പിളായിട്ട് കൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് വിടുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ വിട്ടു എന്ന് പറയുന്നതിൻ്റെ ഇത്രയേ ഉള്ളൂ. ആ റിയാലിറ്റി നമുക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. പക്ഷെ പല സ്ഥലത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിക്കൊണ്ട് വരികയാണ്. നമ്മുടെ ഒരു ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ രീതിയിലുള്ള ഒരു ജീവിത കൾച്ചറായിരിക്കാം. പിന്നെ ഒരു മെഡിക്കൽ ഇഷ്യൂസ് വരുമ്പോൾ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അതും വേറൊരു ഇതാണ്. മെഡിക്കൽ ഇഷ്യൂസ് വരുമ്പോഴൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മെഡിക്കൽ ഇഷ്യൂസ് വരുന്നു, വീട്ടിൽ നമുക്ക് ഡോക്ടറിനെ വരുത്തി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ജെറിയാട്രിക് വാർഡുള്ള ഹോസ്പിറ്റലിൽ നമ്മുടെ സ്വാഭാവികമായിട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ അവരെ വിടേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന പല റീസണാണ് ഇതിലിരുന്നത്. ഒരു റീസൺ അല്ല, പല റീസണും ഇതിനൊരു കാരണമാണ്. അവരെ നമ്മൾ ശരിക്കും അവർക്ക് വളരെ കെയറാണ് നമ്മൾ കൊടുക്കാനുള്ളത്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അവർക്കൊരു കെയർ, അല്ലെങ്കിൽ നമുക്ക് കെയർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വാക്കുകൾ ഉണ്ടെങ്കിൽ അവർ കുറച്ചെങ്കിലും അവരെ കൂടെ ഇരുന്ന് ഒന്ന് സമാധാനിപ്പിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ഒരിക്കലും അവരുടെ മക്കളെ അങ്ങനെ പെട്ടെന്ന് കയറി കുറ്റം പറയത്തില്ല. അവർ പറയും വന്നിരുന്നു, നമ്മൾ ചോദിക്കുന്നു വന്നിട്ടുണ്ടായിരുന്നു, അവർ വിട്ടുകൊടുക്കത്തില്ല. അവർക്ക് എപ്പോഴും മറ്റുള്ളവർ അവരെ ഏറ്റവും കൂടുതൽ ശുശ്രൂഷിക്കുന്ന ആൾക്കാരുടെ ആയിരിക്കും അവർക്കൊരു ദേഷ്യം വരും. ആ ദേഷ്യം വന്നിട്ട് ടെമ്പററി ആണ്. എന്താ വെച്ചാൽ അവരുടെ ആ മനസ്സിലുള്ള വിഷമം അവരോട് തീർക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഒരിക്കലും അവരൊരിക്കലും
അവരുടെ മക്കൾ അങ്ങനെ പലപ്പോഴും 100% കുറ്റപ്പെടുത്താറില്ല. അവൻ അതേ പറ്റുള്ളൂ, അവൾക്ക് അതേ പറ്റത്തുള്ളൂ എന്നൊരു നിഗമനത്തിലായിരിക്കും അവരും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കുടുംബത്തിലെ വയലൻസിൻ്റെ കാര്യത്തിൽ തിരിച്ചു വരാം. അതായത് ഇപ്പോൾ സാർ പറഞ്ഞു നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞു. ചില ആൾക്കാർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഡിവോഴ്സിന് ഫയൽ ചെയ്യും. പക്ഷേ ഡിവോഴ്സ് കൊടുക്കാണ്ട് വർഷങ്ങളോളം ഇട്ട് നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ഡിവോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ചും ഇപ്പോൾ വീട്ടിൽ കയറി, അതായത് സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുകയാണെങ്കിൽ പോലും വീട്ടിൽ കയറി ഉപദ്രവിക്കുക, കൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളതുണ്ട്. അത് കുടുംബത്തിൽ നിന്ന് മാറി പുറത്തോട്ട് വന്നാൽ പോലും ഒരു സ്നേഹിക്കുന്ന ഒരു ലവേഴ്സ് ആയാലും കാമുകനും കാമുകയായിരുന്നാലും അവൾ എന്നെ തേച്ചിട്ട് പോയെന്ന് പറഞ്ഞ് കൊലപാതകങ്ങൾ, ആ ഒരു ശ്രമങ്ങൾ ഇപ്പോൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ മെന്റാലിറ്റി ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഒരു പിടിച്ചു നിർത്താൻ കഴിയും? കാരണം ഇതിപ്പോൾ ഒരു ഭയങ്കര ഒരു താങ്കൾ പറഞ്ഞ പോലെ വലിയൊരു ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്നത് പറഞ്ഞാൽ ഇത് ഒന്ന് നമ്മുടെ ഇപ്പോൾ ഒരാളെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ തുടങ്ങി ഒരു ലവ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വേറൊരു ഇഷ്യൂസ് അവിടെ വരുന്നു. അതായത് വേറൊരു ഇഷ്യൂ വേറെ ഒന്നുമില്ല, മെയിനായിട്ട് വരുന്നത് വേറെ ഒരു ആളുമായിട്ടൊരു ലിങ്ക് അവിടെ കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നീ ഇയാളെക്കാട്ടി കുറച്ചും കൂടെ പൈസ ഉള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ജോലിയുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള ഒരാളായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വേറൊരാളിൻ്റെ ഒരു എൻട്രൻസ് അവിടെ കിട്ടുന്നുണ്ട്. ആ എൻട്രൻസ് കിട്ടുന്ന സമയത്ത് ഇയാൾ ഒറ്റപ്പെടുത്തപ്പെടുന്നു. ഒന്നീ മെയിലായിരിക്കും ഒറ്റപ്പെടുത്തപ്പെടുന്നത്, അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കും ഒറ്റപ്പെടുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്. അത് വേറെ ഒന്നും ഇവിടെ പ്രശ്നമില്ല, വേറൊരാളിൻ്റെ എൻട്രൻസ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാനില്ലാതെ വേറൊരാളുണ്ടോ, അല്ലെങ്കിൽ അതെ. ചിലപ്പോൾ ഈ പറയും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈല് മറ്റു കാര്യങ്ങൾ അത് ഇതെല്ലാം ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എവിഡൻസ് എപ്പോഴെങ്കിലും ഇയാൾ കണ്ടിരിക്കാം, അല്ലെങ്കിൽ ഈ പെൺകുട്ടി കണ്ടിരിക്കാം, അല്ലെങ്കിൽ ഒളിച്ചു നിന്ന് സംസാരിക്കുന്നത് ചിലപ്പോൾ കണ്ടിരിക്കാം. അത് അത്രയ്ക്ക് വല്ല സീരിയസ് ആയിരിക്കൂല, ചിലപ്പോൾ സീരിയസ് ആയിരിക്കാം, പറയാനൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരിക്കൽ കണ്ടു കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇവരുടെ മനസ്സിൽ തോന്നും അടുത്ത് വിളിക്കുന്നത് ചിലപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു എവിഡൻസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു, അതിൽ നിന്ന് ഇവർ പിടിച്ച് കയറി പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഈ ഇഷ്യൂസ് ഉണ്ടാകുന്നത്, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ വിളിച്ചപ്പെടുത്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പം വേറെ ആരെങ്കിലും ഉണ്ടോ, എങ്ങനെയെന്ന് പറഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പിൽ ബ്രേക്കേജ് വരുന്നു. അപ്പോൾ ബ്രേക്കേജ് വരുമ്പോൾ ഇയാളുടെ ഈഗോ ഇത് അനുവദിക്കുന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടാത്തത് അല്ല, എനിക്ക് അനുഭവിക്കാൻ പറ്റാത്തത് വേറെ ആരും അനുഭവിക്കേണ്ട എന്നൊക്കെ പറയുന്ന തോൽവി ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം അവിടെ ഇയാൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ജീവിതമാണ്. പലപ്പോഴും തോൽവിയും ജയവും ഒക്കെ നമ്മൾ നോക്കിക്കാണുന്നത് പോലെയാണ്. നമുക്കിപ്പോൾ തോൽവിയും ഇല്ല ജയവും ഇല്ല എന്നാണ് പറയുന്നത്. എന്നാലും എന്തു തന്നെ സംഭവിച്ചാലും നമ്മളതും ഒരു ഫിലോസഫിക്കലി നമ്മൾ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സും കൂടെ ഒന്ന് കരുതി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ലൈഫ് എപ്പോഴും അങ്ങനെയാണ്. അല്ലാണ്ട് നമ്മൾ ഒരു ജീവനെ അപായപ്പെടുത്തിയിട്ട് അല്ല അവിടെ ഒരു ജയം നമ്മൾ കണ്ടത്. ഓക്കെ, എന്നെ താല്പര്യമില്ല, എന്നെ വേണ്ട, ഓക്കെ എന്ന് ഉൾക്കൊണ്ട് നമ്മൾ വേണമെങ്കിൽ സ്വയം മാറിപ്പോകുന്നതായിരിക്കും ഏറ്റവും ബുദ്ധി. അതും ചെയ്യാം. പക്ഷെ അങ്ങനെ അങ്ങനെ ഇല്ലാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ചെയ്യുന്ന ആളിനെ ഇതുവരെ ആരും അങ്ങനെയൊന്നും പഠിപ്പിച്ചിരിക്കൂല. അതാണ് ഇത്രയും നാളിപ്പോൾ 25 വയസ്സ് വരെ വളർന്നിരുന്നാലും ഇതൊന്നും പറഞ്ഞു കൊടുക്കാനും ഇതൊന്നും അവരെ ഒന്ന് ബോധവൽക്കരിക്കാനും അല്ലെങ്കിൽ അതിനുള്ള എക്സ്പീരിയൻസ് ഒന്നും അവർക്കായിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസിലോട്ട് നമ്മൾ കടന്ന് ചെന്നിട്ടില്ല എന്നുള്ളത്. അപ്പം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളായിരിക്കുന്ന സമയത്തെ ഈവൻ ഇങ്ങനെയുള്ള ഗുണപാഠങ്ങൾ എങ്ങനെ സഹജീവിയോട് പെരുമാറണം എന്ന് പറയുന്ന ഒരു സിലബസും കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി ഇതുവരെ അതില്ല. നമ്മൾ എങ്ങനെയാണ് സഹജീവിയോട് പെരുമാറേണ്ടത്, അങ്ങനെ ഒരു ബുക്ക് അവിടെ വെക്കണം. ഇതുവരെ അങ്ങനെ വെക്കുന്നില്ല. എന്താണ് ഈ പറയുന്ന മാതാവ്, എങ്ങനെയാണ് ഈ നമ്മൾ വന്നത്, എന്താണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് കഴിഞ്ഞിട്ട് എന്താണ്. ഇപ്പം ഇത് ഇങ്ങനെയൊക്കെ ഉള്ള ഈ ലോകത്ത് ജീവിക്കാനും കൂടെ ഒരു ലൈഫ് ടെക്നോളജി അല്ലേ. ഒരു ചീറ്റ ഒരു ഇരയെ പിടിക്കുന്നു, 1.5 വർഷം ആ ചീറ്റയുടെ കുട്ടി ആ അമ്മയുടെ കൂടെ നിന്നാൽ മാത്രമേ ഒരു മാനിനെ എങ്ങനെ ക്യാപ്ചർ ചെയ്യാമെന്ന് അത് പഠിക്കുന്നു. ലൈഫ് ടെക്നോളജിയാണ്. അതിന് അയാൾക്ക് എങ്ങനെ ഇര കിട്ടും. അപ്പോൾ അതേപോലെ നമ്മളും അതായത് ഈ ലോകത്ത് ഒരു 100 വർഷം ജീവിക്കാൻ എന്തൊക്കെ നമ്മൾ സഹജീവിയോട് ജീവിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു ലൈഫ് ടെക്നോളജി ആയിട്ട് തന്നെ അതിൻ്റെ ഒരു മനസ്സിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ടെക്നിക്കായിട്ട് തന്നെ മനസ്സിൽ വയ്ക്കുക. അങ്ങനെയുള്ള പാഠങ്ങൾ നമ്മൾ ഇനിയും വരും തലമുറയ്ക്ക് തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ മറ്റവരെയും കൂടെ കൺസിഡർ ചെയ്ത് അവർക്കും കൂടെ കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ഭംഗിയായി. നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കാണാം, നമുക്ക് ഒരു ഇതില്ലാതെ നമ്മൾ ഈവൻ എന്താ വെഹിക്കിൾ തന്നെ ഓടിക്കുന്ന സമയത്ത് ഒരുപാട് കാണാറുണ്ട്. ആരെയും കൺസിഡർ ചെയ്യാതെ പോകുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ആദ്യം പോകണം, പക്ഷെ പൊയ്ക്കോളൂ, കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ളവർക്ക് ഒരു ഡാമേജ് വരുത്തിയിട്ട് അവരെയും കൂടെ ഇത് ചെയ്യാതെ നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് കുഞ്ഞിലേ പറ്റുള്ളൂ. വലുതായി കഴിയുമ്പോഴത്തേക്കും ആൾറെഡി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. കാരണം ഇനി വലുതാകുമ്പോൾ ഇതെല്ലാം നമ്മൾ ചോദിച്ച പാടാണ് അവർക്കൊരു ഗുണപാഠം കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഏറ്റവും 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടിയായിട്ടിരിക്കുന്ന സമയത്തെ നമ്മുടെ അമ്മയെ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു,
നാം നമ്മുടെ സഹോദരി എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെയാണ് അടുത്ത ഒരു ഫീമെയിൽ, അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയും അവരെ ഇഷ്ടപ്പെടുകയും. അതാണ് റെസ്പെക്റ്റാണ് ഇവിടെ വേണ്ടത്, അവരുടെ ജീവനെ അപായപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഒരു മെയിലിനെ കാണുമ്പം ആ മെയിലിന് നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഒരു അച്ഛനുണ്ട്, ഒരു ജ്യേഷ്ഠനുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയച്ഛനുണ്ട്, അതേപോലെയാണ് അയാളുടെ ആ ഒരു റെസ്പെക്റ്റ് ഇവിടെയും വരണം. എന്നിട്ട് വേണം അവിടെ ഒരു സ്നേഹം നമ്മൾ കൊടുക്കാൻ വേണ്ടി. ഇത് അങ്ങനെയല്ല, അതാരോ ഇതാരോ എന്നുള്ള രീതിയിൽ അപ്പോൾ കണ്ടതുപോലെ ഉള്ള രീതിയിൽ ചിലപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും കാര്യങ്ങളോട് ഒരുപാട് ആ ഒരു മിസ്റ്റേക്കുകൾ ചെയ്ത് കൂട്ടാനുള്ളൊരു സാധ്യത വളരെ വളരെ കൂടുതൽ. അപ്പോൾ ഒരു ലൈഫ് ടെക്നിക്കിനെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ സോഷ്യലി നമ്മൾ മുന്നോട്ട് പോകണം, അതും കൂടെ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് മൂല്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു പാഠത്തിൽ നമ്മൾ മൂല്യത്തെക്കുറിച്ച്, നമ്മൾ സയൻസിനെ കുറിച്ച് പറയുന്നു, ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്നു, മാത്സിനെ കുറിച്ച് പറയുന്നു, ഒക്കെ പറയുന്നു. മൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു സിലബസ് നമ്മൾ കണ്ടായിട്ടില്ല. മൂല്യങ്ങളെക്കുറിച്ചൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നു മാത്രം. അത്രയും പോരാ. അവർക്ക് അത് പ്രത്യേക ഒരു സബ്ജക്റ്റ് തന്നെ, സിലബസ് തന്നെ വെച്ച് കണിയത് വളരെ ആവശ്യമായിട്ട് വരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നമുക്ക് ഒന്നാമത് ഓരോ കാര്യങ്ങളിലും ഓരോ ആൾക്കാർ സെൽഫ് മോട്ടിവേഷൻ, സെൽഫ് റെസ്പെക്റ്റ്, ഓവർ കോൺഫിഡൻറ്റ്, മുന്നോട്ട് പോകാൻ പറ്റുന്ന അവസ്ഥ, ഇതെല്ലാം ആൾക്കാർ നേടിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാം ഞാനാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾ നടന്നൊന്നും വരില്ല. ഇപ്പം ഞാൻ എൻ്റെ സബ്ജക്റ്റിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ അടുത്ത ആ സബ്ജക്റ്റിനെയും കൂടെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിച്ചാൽ കുഴപ്പമില്ല. അല്ല ഞാൻ മാത്രമാണ് എനിക്ക് മാത്രം എല്ലാം അറിയാവൂ എന്നുള്ളതിനെ കാട്ടും അതിലും ഉണ്ട് കാര്യങ്ങൾ. ഇത് എല്ലാം അപൂർണതയാണല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ പൂർണ്ണതയിലോട്ട് എത്താൻ വളരെ പാടാണ്. അപ്പോൾ അപൂർണത വരുമ്പോൾ ഞാനും ഒരു അപൂർണനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പും സഹായവും സ്നേഹവും എല്ലാം വേണം. അങ്ങനെ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകാം.